വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രണ്ട്സ്. ഇപ്പോൾ ഞാനെന്ന് പറയുന്നത് വെച്ചാൽ അതിബുദ്ധിമാന്മാർക്ക് മാത്രമുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന അതിബുദ്ധിമാന്മാർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നവരാണോ, അല്ല നമുക്ക് ചുറ്റുമുള്ള ആരെങ്കിലുമൊക്കെ ആ ഒരു അതിബുദ്ധിമാൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണോ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. മെയിനായിട്ടും അതിബുദ്ധിമാന്മാർ എന്ന് പറയുന്നത് രണ്ട് കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് അവർ അതിബുദ്ധിമാന്മാരാണോ എന്ന് അവർക്കും അറിയാൻ കഴിയില്ല, അവർക്ക് ചുറ്റുമുള്ള ആർക്കും അറിയില്ല അവർ അതിബുദ്ധിമാന്മാരെന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നതാണോ എന്നുള്ളത്. പിന്നെ രണ്ടാമത് പറയുന്നത് വെച്ചാൽ അതിബുദ്ധിമാന്മാരാണെന്ന് അവർക്കും അറിയാം, അതുപോലെ തന്നെ അവർക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കും അറിയാം ഈ പറയുന്ന ആളെന്ന് പറയുന്നത് ബുദ്ധിമാനാണെന്നുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതിബുദ്ധിമാന്മാരാണെന്ന് അറിയുന്ന കാറ്റഗറിയാണ്. അതായത് അതിബുദ്ധിമാന്മാരാണെന്ന് അവർക്കും അറിയാം, അതുപോലെ തന്നെ അവർക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കും അറിയാം. ആ ഒരു കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ സാമൂഹികമായിട്ട് പ്രശ്നങ്ങൾ നേരിടുന്നത് കൂടുതലും. ആദ്യം പറഞ്ഞാൽ അറിയാത്തൊരു കാറ്റഗറിയെക്കാട്ടിയും എല്ലാവർക്കും അറിയുന്ന ഒരു കാറ്റഗറിയാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെ പറ്റിയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ പറയാം. അത് ഏതൊക്കെയാണ് നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ചുറ്റും ആരെങ്കിലും ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണോ, അല്ല നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണോ എന്നുള്ളത്. ആദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് സമൂഹത്തിൽ എവിടെയും വിജയിക്കാനുള്ളൊരു പ്രഷർ എപ്പോഴും ഉണ്ടാകും. അതായത് ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും അവരായിരിക്കും മുൻപന്തിയിൽ, അവരായിരിക്കും എല്ലാവരും നോക്കുന്നത്. സപ്പോസ് നമ്മളിപ്പോൾ ഒരു സ്കൂളിലെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്കൂളിൽ അതിബുദ്ധിമാനായിട്ടുള്ള ഒരാളാണെന്ന് ചോദിക്കുക, അയാൾ എക്സാം വരുമ്പോഴും ആ എക്സാമിൻ്റെ റിസൾട്ട്സ് വരുമ്പോഴും അങ്ങനെയുള്ള ഏതൊരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും എല്ലാവരുടെയും കണ്ണ് ആ ഒരു പേഴ്സണിൽ മാത്രമായിരിക്കണം. അയാൾ എത്ര മാർക്ക് മേടിക്കും, അയാളാണ് അവിടെ ഫസ്റ്റ് വരേണ്ടത്. ആ ഒരു പ്രഷർ എപ്പോഴും അയാൾക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാനാണ് ഫസ്റ്റ് മേടിക്കാനുള്ളത്. ബാക്കിയുള്ള എല്ലാവരും പറയുന്നത് അയാളാണ് ഫസ്റ്റ് വരുന്നത്, അയാളാണ് അത്ര റാങ്ക് മേടിക്കുന്നത് എന്നുള്ള ആ ഒരു പ്രഷർ എപ്പോഴും അയാൾക്ക് ഉണ്ടായിരിക്കും. നാല് ഭാഗത്തുനിന്നും കൂടുതലും പ്രഷർ, ജീവിതത്തിലെ ജീവിത വിജയം നേടാനുള്ള ഒരു പ്രഷർ എപ്പോഴും ആ പറയുന്ന അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഉണ്ടാകും. പിന്നെ അടുത്ത് പറയുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമൂഹികമായിട്ട് എപ്പോഴും ഈ പറയുന്ന കാറ്റഗറിയിലുള്ള അതിബുദ്ധിമാന്മാരെന്ന് പറയുന്നത് പിന്നോക്കമായിരിക്കും. അതായത് നമ്മളെ കണക്ക് നോർമൽ മനുഷ്യനെ കണക്കായിരിക്കില്ല. എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യനാണെങ്കിൽ ഇപ്പോൾ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ സാധനം മേടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെയുള്ള പത്രങ്ങളെടുത്ത് വായിക്കുക, അതുപോലെ തന്നെ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ വിശേഷങ്ങൾ ചോദിക്കുക, കടക്കാരനോട് വിശേഷങ്ങൾ ചോദിക്കുക, ഇങ്ങനെയുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിബുദ്ധിമാനായിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സംസാരങ്ങളിലൊന്നും ഏർപ്പെടത്തില്ല. ജസ്റ്റ് കടയിൽ പോവുക, സാധനം മേടിക്കുക, വേറെ ഒരു കാര്യങ്ങൾ നോക്കാത്ത രീതിയിൽ നേരെ തിരിച്ചു വരും. അതുപോലെ തന്നെ സാമൂഹികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടായാലും ആ ഒരു പ്രശ്നങ്ങളിലൊന്നും ഇടപെടാത്ത രീതിയിൽ പിന്നോക്കം തനിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഈ പറയുന്ന അതിബുദ്ധിമാന്മാർക്കെന്ന് പറയുന്നത്. ഇൻട്രോവേർട്ട് ക്യാരക്ടറും പറ്റി അറിയാലോ, ആ ഒരു ക്യാരക്ടർ പോലെ അതിബുദ്ധിമാന്മാരും എപ്പോഴും പിന്നോക്കമായിരിക്കും. ആ ഒരു സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളിലൊന്നും ഇടപെടാത്ത രീതിയിലായിരിക്കും അവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. അതൊരു പ്രശ്നം തന്നെയാണ് അതിബുദ്ധിമാന്മാർക്ക് നേരിടുന്ന. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആളിപ്പോൾ ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾക്കൂട്ടത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിലോ ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അതിബുദ്ധിമാന്മാർക്ക് പെട്ടെന്ന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബോറടിക്കുന്നുണ്ട്. കാരണം അവരാരുമായിട്ടും അധികം സംസാരിക്കാറില്ല. ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് നിൽക്കാൻ താല്പര്യമില്ല. മറ്റുള്ളവരിൽ നിന്നും വേറിട്ട ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ഒത്തുപോകില്ല എന്നുള്ളൊരു ചിന്താഗതി എപ്പോഴും ഈ പറയുന്ന അതിബുദ്ധിമാന്മാർക്കുണ്ടാകും. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് അവിടെ ബോറടിക്കുന്നത്. ആ ബോറടിക്കുകയും അവർ ആ ഒരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനിൽ നിന്നും തിരിച്ചു വരികയും അല്ലെങ്കിൽ തനിച്ച് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് വന്നിട്ട് അവർക്ക് ബോറടിക്കുകയാണ് ചെയ്യുന്നത്. അത് സമൂഹത്തിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് അതിബുദ്ധിമാന്മാർക്ക്. അടുത്ത് പറയുന്നത് അതിനോട് ചേർന്ന് തന്നെ വരുന്നൊരു കാര്യമാണ്, ഇപ്പോൾ എത്ര വലിയ ആൾക്കൂട്ടമാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും ഇയാൾ ആൾക്കൂട്ടത്തിൽ എപ്പോഴും തനിച്ചായിരിക്കും, ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും. കാരണം ആരുമായിട്ട് കൂട്ടുകൂടാറില്ല. ബാക്കിയുള്ളവരായിട്ട് കൂട്ടുകൂടാൻ പോകുമ്പോഴും അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്നും വേറിട്ട ഒരു ക്യാരക്ടറാണ് എനിക്ക്, ഞാനും അവരുമായിട്ട് ഒത്തുപോകില്ല, അങ്ങനെയുള്ളൊരു ചിന്താഗതിയായിരിക്കും ഈ അതിബുദ്ധിമാന്മാർക്ക്. അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവരിൽ നിന്നും തനിച്ചാകും, എപ്പോഴും തനിച്ചാണെന്നുള്ളൊരു ഫീൽ അവർക്ക് എപ്പോഴും ഉണ്ടാകും. അടുത്ത് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് വന്നിട്ട് ഈ അതിബുദ്ധിമാന്മാർക്ക് വന്നിട്ട് ഒരുപാട് ഫ്രണ്ട്സിനെ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അധികം കൂട്ടുകെട്ടൊന്നും ഉണ്ടാകത്തില്ല. ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും ഒരു ആളുമായിട്ട് കൂടുതൽ സംസാരിച്ച് ഫ്രണ്ടായി വരുമ്പോഴത്തേക്കും അയാളിൽ നിന്നും വേറിട്ടൊരാളാണ്, നമ്മൾ തമ്മിൽ ഒത്തുപോകാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്നും അയാൾക്ക് ആ ഒരു ഫ്രണ്ട്സിനെ നഷ്ടപ്പെടും. കൂടുതലും അയാൾ ആ ഒരു ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കില്ല. അങ്ങനെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും ഈ പറയുന്ന അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർക്ക്. അതുപോലെ തന്നെ അടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അതിബുദ്ധിമാന്മാർ എന്ന് പറയുന്നത് എപ്പോഴും ഓവർ തിങ്കിങ് ആയിരിക്കും.
എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, എന്തായിരിക്കും ഭാവിയിൽ, എന്താണ് പ്രശ്നങ്ങൾ, ഞാനത് ചെയ്താൽ അത് ശരിയാവില്ല, എന്തായിത്തീരും, അങ്ങനെയൊക്കെ ഉള്ള ഓവറായിട്ടുള്ള തിങ്കിങ് എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർക്ക്. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു അവസ്ഥ എന്ന് പറയുന്നത്, നോർമൽ ആൾക്കാരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രണയവും ഒരു ലവ് അഫെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർക്ക് വന്നിട്ട് ഒരു പ്രണയത്തിൽ ഏർപ്പെടുന്ന ഒരു അവസ്ഥ നടക്കില്ല. അതൊരു ഒരു പ്രണയത്തിൽ ഏർപ്പെടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു പ്രണയം ഉണ്ടാവില്ല അവർക്ക്. അവരെന്ന് വെച്ചാൽ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഞാൻ അവരിൽ നിന്ന് അതായത് അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആണോ അല്ലെങ്കിൽ പെണ്ണോ, ഞാൻ അയാളിൽ നിന്നും എന്താണ് വ്യത്യസ്തനാണ്, ഞാൻ ഒത്തുപോകാൻ പറ്റില്ല. അതുപോലെ തന്നെ അവളും ചിന്തിക്കുന്നത് അങ്ങനെ ആയിരിക്കും, അവനിൽ നിന്നും എനിക്ക് ഒത്തുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ വേർപെട്ടൊരു ക്യാരക്ടറാണ്, രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ്, ഒത്തുപോകാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പോഴും അങ്ങനെയുള്ള ഒരു ചിന്തയായിരിക്കും. ആ ഒരു എന്താണ് ഒരു പ്രണയം എന്നുള്ളത് അവരുടെ ലൈഫിൽ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ അവർ നേരിടുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അതിബുദ്ധിമാന്മാർക്ക് ഒരുപാട് ഐഡിയാസുകൾ ഉണ്ടാകും, ചിന്താഗതികൾ, നല്ല നല്ല ചിന്താഗതികൾ ഉണ്ടാകും. ആ ഐഡിയാസുകളും ചിന്താഗതിയും ഒക്കെ അവരുടെ ഉള്ളിലുണ്ടെങ്കിലും അവർക്ക് അത് വന്നിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ആ ഒരു ചിന്താഗതിയിലേക്ക് എത്തിപ്പെടും, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിലും അവർക്ക് അതൊരു എക്സ്പ്രസ് ചെയ്യാൻ, അതെങ്ങനെ ആ ഒരു ഐഡിയ പ്രാവർത്തികമാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും ഈ പറയുന്ന അതിബുദ്ധിമാന്മാർക്ക്. അത് സമൂഹത്തിൽ അവരെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. അവർക്ക് നല്ല നല്ല ഐഡിയാസുകളൊക്കെ ഉണ്ടാകും, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരങ്ങനെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അവർക്ക്. അത് അവരുടെ ചിന്താഗതിയാണ്, അവരുടെ ചിന്താഗതിയാണ് അവർക്ക് അങ്ങനെ നിർത്തുന്നത്. അത്രയും വലിയ ഐഡിയാസുകളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് അത് പൊതുസമൂഹത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ അവരിൽ നിന്നും വേർപെട്ടവനാണ്, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ അല്ല എനിക്ക്, ഞാൻ ഒത്തു പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്, ഞാൻ എല്ലാവരിൽ നിന്നും തനിച്ചാണ് എന്നുള്ളതൊക്കെ ഉള്ളൊരു തിങ്കിങ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവർക്ക് വന്നിട്ട് ആ ഒരു ഐഡിയാസുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ മറ്റ് വീഡിയോസുകളായിട്ട് വരുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോസ് നിർത്തുന്നുണ്ട്. ടാറ്റാ ബൈ ബൈ.